ഞാൻ അന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് വന്നതാ, ഉള്ള കല്യാണമാണേ ഒപ്പയ്ക്കുന്നൊക്കെ പറഞ്ഞു വന്നത്. ഞാൻ ഡോക്ടറെ എങ്ങനെയാ ഫേസ് ചെയ്യും ഇതെനിക്ക് അറിയില്ല. എങ്ങനെയാണെന്ന് അറിയില്ല. ഇതൊന്നും അനുഭവിക്കും. സത്യം പറഞ്ഞ ദൈവമേ അങ്ങനെ എന്തെങ്കിലും എനിക്ക് അങ്ങനെ കുറ്റങ്ങൾ അനുഭവിക്കുകയോ അങ്ങനെ നേരത്തോടുകൂടി വിളിച്ചു പല സമയത്ത് ഞാൻ പറയുന്നത്. നാളത്തെ ഒരു ദിവസം അയച്ചു രണ്ടാമത് എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ വീട്ടിലിരിക്കുന്ന ഇരിപ്പ് കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് വിഷമം. എന്താ പറയാ ഒരു നൂറാട്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അല്ലേ, എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് നൂറാട്ടം പറയാം. ആ നാളത്തെ ഒരു ദിവസം അത് ശരി നാളെ ആവണ്ടായിരുന്നില്ല, പക്ഷെ ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് അച്ഛനമ്മയും കല്യാണം ക്ഷണിക്കാൻ പോവാട്ടാ. അപ്പൊ ഡ്രസ്സൊക്കെ മാറി. അങ്ങനെ നമ്മുടെ നന്ദന അനിൽകുമാറിന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കുഞ്ഞന്റെ കല്യാണം, ഉപ്പും മുളകും ലൈറ്റിലെ കുഞ്ഞന്റെ കല്യാണം നടന്നിരിക്കുകയാണ്. രണ്ടാമത്തെ കല്യാണം നടന്നിരിക്കുകയാണ്. അതായത് ഒരിക്കൽ കല്യാണം കഴിച്ചു, അതേ ആളെ തന്നെ അവര് വീണ്ടും ആദ്യം നടത്തിയ കല്യാണവും കാര്യങ്ങളൊക്കെ ഒരു ഒളിച്ചോട്ടം എന്നുള്ള രീതിയിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവര് നല്ല രീതിയിലൊരു കല്യാണം എന്നുള്ള രീതിയിൽ കല്യാണവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നാണ് ആ കല്യാണം എന്തായാലും നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിലേക്ക് പോകാം, കുഞ്ഞിന്റെ കല്യാണം കാര്യങ്ങളിലേക്ക്. അത് കഴിഞ്ഞിട്ട് ഇതിനെ കുറിച്ചിട്ട് ഇവരുടെ അച്ഛനും അതുപോലെ തന്നെ അമ്മയ്ക്കും അവരുടെ വീട്ടുകാർക്കും എന്താണ് പറയാനുള്ളത് നോക്കാം. ഈ ഗോകുലിന്റെ അച്ഛനും അമ്മയും അവരുടെ വീട്ടുകാരുമാണ് ഈ കല്യാണം നടത്തി കൊടുക്കുന്നത്. നമ്മുടെ കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഉപ്പുമുളകും ലൈറ്റിൽ അവരുടെ ഭാഗത്ത് നിന്ന് ആരുമില്ല. അവരെ ആരെയും വിളിച്ചിട്ടോ കാര്യങ്ങളോ അവരെല്ലാരും കൂടിയല്ല നടത്തുന്നത് കല്യാണം. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അവർക്ക് വിഷമവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുഞ്ഞിന്റെ കല്യാണത്തിന്റെ വീഡിയോയിലേക്ക് പോവാം. കല്യാണം രാവിലെ കഴിഞ്ഞു. ഗുരുവായൂർ അമ്പലത്തിൽ നിന്നാണ് കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവർക്കും പരാതിയും പരിഭവമൊക്കെ ഇവരുടെ ഫോളോവേഴ്സിന് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിൽ ഒരുങ്ങി നല്ല രീതിയിലുള്ള ഒരു കല്യാണവും കാര്യങ്ങളൊക്കെ കാണാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും കല്യാണവും കാര്യങ്ങളൊക്കെ നടന്നു നല്ല രീതിയിൽ. പക്ഷെ ആകെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ ഒരു കുറവ് എന്ന് പറയുന്നത് ഈ കുഞ്ഞിന്റെ വീട്ടുകാർ അവരത്രയും ആഗ്രഹിച്ചിരുന്നു ഈ കല്യാണം കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനൊരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അവരില്ല എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ ഏറ്റവും വലിയൊരു എന്താ പറയാ നമ്മളെ എല്ലാവരെയും പെട്ടെന്ന് കാണുന്ന സമയത്ത് എന്തോ ഒരു കുറവ് പോലെ തോന്നിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവര് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും കല്യാണം കാര്യങ്ങളൊക്കെ വലിയതായിട്ട് നടത്തുന്നു പറഞ്ഞായിരുന്നല്ലോ. ആ സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് നല്ല രീതിയിൽ ഇത് നടത്തണം എന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് അവര് തമ്മിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ സോൾവ് ആയി അവർ ഒന്നിച്ച് നല്ല രീതിയിൽ പോട്ടെ എന്ന് തന്നെയായിരുന്നു. കാരണം ആ അച്ഛനും അമ്മയ്ക്കും വിഷമവും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഇതിന്റെ തലേ ദിവസം ഈ ഒരു ഇതിന്റെ തലേ ദിവസം കല്യാണം നടക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം അച്ഛനും അമ്മയും വന്ന് അവരുടെ അവസ്ഥയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവരുടെ ഒരു ഭാഗം അവരെന്താണ് പറയുന്നത് നോക്കാം. ഒന്നും കഴിഞ്ഞാൽ വീട്ടിൽ 3 വീട്ടിൽ നോക്കി 4 കേട്ടത് ഇതൊക്കെ അനുഭവിക്കാനായിട്ട് പാഴ്ജന്മങ്ങളാണ് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ 2 ഞങ്ങള് പാഴ്ജന്മം. എന്താണ് ഉടുത്ത വസ്ത്രം ഊരിട്ട് പോകുന്ന ഒരു പ്രതികളുള്ളൂ. ആ ഊരി നമ്മൾ അത് നല്ല ഭയങ്കര നമ്മൾ യൂസ് ചെയ്യും. അത്രയും പോലെ അച്ഛൻ അമ്മ എന്നുള്ളത് ഇല്ലേ. ഞാൻ പോയിക്കാൻ കേട്ടോ ട്രെയിലർ ഇറങ്ങിയിട്ടുള്ളൂ. ശരിക്കും അനുഭവിക്കാതെ എനിക്ക് ആരോഗ്യമില്ല. ഇതൊന്നും അനുഭവിക്കും. സത്യം പറഞ്ഞ ദൈവമേ അങ്ങനെ എന്തെങ്കിലും എനിക്ക് അങ്ങനെ കുറ്റങ്ങൾ അനുഭവിക്കുകയോ അങ്ങനെ നേരത്തോടുകൂടി വിളിച്ചു പല സമയത്ത് ഞാൻ പറയുന്നത്. ഞാൻ ആർക്കും വേണ്ടി അനുഭവിക്കാൻ നിൽക്കില്ല. സത്യം ഇനി എനിക്ക് അനുഭവിക്കും വയ്യ. അങ്ങനെയൊക്കെ ചിരിച്ചു വളർത്തണം. ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ. അത്രയേറെ ആൾക്കാർ കുറ്റവും കാര്യങ്ങളൊക്കെ ഇനി അനുഭവിക്കും. ഞാൻ ദൈവം അങ്ങോട്ട് വിളിക്കാൻ ഞാൻ വയ്യാതെ 100 പ്രാവശ്യം പറയും. എനിക്കൊരു കാലത്ത് കാത്തുകൊണ്ടിട്ട് കുഞ്ഞുമക്കൾ സത്യം ഇനി കൊടുക്കരുത് വിളിക്കരുത് ഇതുപോലെ നിങ്ങൾക്ക് താങ്ങില്ല. താങ്ങുന്നതിന് അപ്പറായി കുറച്ച് ടൈം ഇപ്പൊ 4ാം ക്ലാസ് LKG UKG കഥകളൊക്കെ കാണുന്നത് കേട്ട് വരുന്നത് എന്ത് ഇവര് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് അവരുടെ അവസ്ഥ അത്രയും ദയനീയമായ അവസ്ഥയാണ്. അതായത് അവര് കല്യാണവും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങനെ ഒളിച്ചോട്ടെന്നുള്ള രീതിയിൽ പോയി കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ മുന്നിൽ അവരില്ലാതെ ഇവരുടെ ഒരു ഭാഗം മാത്രം നടത്തുന്ന ഒരു കല്യാണം ഇവര്
കാണാൻ പോവാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനെ പറ്റിയിട്ട് പൊന്നും പറയുന്നുണ്ട്. ആ വീഡിയോ നമുക്ക് ഇതിന് ശേഷം കേൾക്കാം. അപ്പൊ ഇവർ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൂടി കേൾക്കാം നമുക്ക്. അല്ല പറഞ്ഞില്ലേ, ജീവിതം മട്ടിപ്പോയി. സത്യം പറയാം, ദൈവം കേട്ടിട്ട് എന്തെങ്കിലും തിരിച്ചു തരാൻ മതി. അല്ല എന്തിനു അല്ല ആരോടെ പറയണം, എന്താ പറയണം, മനസ്സിനൊരു താളം തെറ്റതാണ്. എന്താ വെച്ചാൽ ഒരു തെറ്റുകൾ ചെയ്യാതെ പഴി കേൾക്കുക, അല്ലെങ്കിൽ അത് ഒരു അച്ഛന്റെ ബഹുമാനം കിട്ടേണ്ട സ്ഥലത്ത് കിട്ടാണ്ട് വന്നതോ, എന്തൊക്കെയോ അച്ഛനല്ലാണ്ട് ചെയ്തോ, അമ്മ അല്ലാണ്ട് ചെയ്തോ, എന്തൊക്കെയോ ഒന്നും പറയാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, അച്ഛനമ്മ എന്നുള്ള ആൾക്കാരോട് പറയാം, ഒരിക്കലും നമ്മള് സത്യം പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പഴഞ്ചൊല്ലുണ്ടോ, എത്ര സത്യം തന്നെ, മാമ്പും കണ്ടും മക്കളെ കണ്ടും മാറ്റി മോഹിക്കുന്നു. സത്യം ഓരോ പഴഞ്ചൊല്ലുകളും ലൈഫില് സത്യം പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ ഓരോ വാക്കുകളും സത്യം. മക്കളെ കണ്ടും മാമ്പും കണ്ടും കുതിക്കരുത്, സത്യം. എന്നുവെച്ചാൽ ഇതിപ്പോ ഇന്നൊക്കെ ഞാനില്ല ശരിക്കും ഭ്രാന്തത്തിന് തീരെ അവസ്ഥയാണ് സത്യം. എനിക്കിതിനുള്ളിൽ വീട്ടിനുള്ളിൽ ഭയങ്കര വിമഷ്ടമായി, ഭയങ്കര ബുദ്ധിമുട്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്താണ് കാരണം. സത്യം എന്നെ പറഞ്ഞ സത്യം മടുത്ത് ചെയ്യണം, എങ്ങനെയാണ് അവസാനിച്ച് കിട്ടാൻ മതി. പക്ഷെ അത് വിചാരിക്കുമ്പോൾ കൊടുക്കുന്ന ചെയ്യും. അതാണ് ദൈവം പരീക്ഷിക്കുക, നമ്മുടെ ദൈവം പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഏത് തരത്തിലൊക്കെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങണം, അതൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയം പറയാൻ ഞാൻ പോകാൻ സമയത്ത് പോകാനും ഞാൻ അന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് വന്നതാ, മോളെ കല്യാണമാണ് ഒപ്പയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്. ഞാൻ ഡോക്ടറെ എങ്ങനെയാ ഫേസ് ചെയ്യും എന്നെനിക്കറിയില്ല. 2 കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് എന്താണ് ഒന്നും പറയില്ലേ, സത്യം ഒന്നും പറയില്ല, എന്തൊക്കെയോ പറയണത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ. ഇനി എന്താണ് നമ്മളെ കാത്തടുത്ത് ദുരിതം ഞങ്ങളുടെ ലൈഫിലാണല്ലോ നിങ്ങൾക്ക് ഇന്ന് ദുരന്തങ്ങൾ മാത്രം. അപ്പൊ ഒരു ചേച്ചിക്ക് മെസ്സേജ് നിങ്ങൾ രണ്ടാളും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് കളപ്പിൽ സത്യം. അപ്പോഴേക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടാളും സ്നേഹത്തിന് മാത്രം കളങ്കില്ലാത്ത സ്നേഹമുള്ളൂ അല്ലേ കേട്ടോ. നമ്മൾ സ്നേഹിക്കുക മറ്റതൊക്കെ പറഞ്ഞ സ്നേഹം ഏത് തരത്തിൽ അളന്നു കൊടുക്കേണ്ട രീതിയായിപ്പോ. സ്നേഹിച്ചിട്ടും കാര്യമില്ല, സ്നേഹിക്കാതെ ഇരുന്നിട്ടും കാര്യമില്ല. സ്നേഹിച്ചതിന്റെ കൂലിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിന്റെ കല്യാണത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇവര് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അതായത് സംഗീത എന്ന് പറയുന്ന ഈ ഒരു നമുക്ക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹെൽത്ത് ഇഷ്യൂസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കല്യാണവും കാര്യങ്ങളൊക്കെ അവര് അതായത് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് പറഞ്ഞായിരുന്നു കല്യാണമാണ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഇനി അവരുടെ മുഖത്തൊക്കെ എങ്ങനെ ഞാൻ നോക്കും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അവരുടെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവർക്ക് ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യും, അതുപോലെ തന്നെ അവരുടെ അതായത് ഇവര് വേറെ കല്യാണം കഴിക്കുവാണ്. അതാണ് വേറൊരു കാര്യം. അതായത് അവര് കല്യാണം കഴിക്കണ സമയത്ത് ഇവരുമായിട്ട് ഒത്തുചേർന്ന് എല്ലാവരും കൂടി വലിയ രീതിയിൽ നല്ലൊരു കല്യാണം എന്നാണെങ്കിൽ ഇവരുടെ ഭാഗത്ത് ഇവർക്കും കുഴപ്പമില്ലായിരുന്നു. ഇവർക്ക് അത്രയും സങ്കടമുണ്ട്, ഇവരുടെ സങ്കടവും മാറും, അവരുടെയും എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു ഒത്തുചേരലായിട്ട് അത് മാറിയേനെ. പക്ഷെ അവിടെ അതായത് ഇവരെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് ഇവരോട് എന്താ പറയുക ഒരു കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അവര് ഒരു നോക്കുകുത്തീനെ പോലെ ഇവർ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവർക്ക് അത് ഭയങ്കര അവസ്ഥ തന്നെയാണ്. അതായത് രണ്ടാമതും കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്കത് അവർ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് വീക്കായിട്ടാണ് ഇരിക്കണേന്ന് പറയുന്നുണ്ട്. അപ്പം അവരുടെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവർക്ക് ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും പറ്റില്ല പറഞ്ഞോണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നേരിച്ചു നോക്കണം. നിങ്ങളുടെ മക്കളെ വരച്ച ഇതൊക്കെ അവനാണ് വീട്ടിൽ വരുമ്പോൾ ഇവരെ എവിടെ വരക്കേണ്ടത് പോലും അറിയാണ്ട് നമ്മൾ പകച്ചു പോകണം. അല്ല അങ്ങനത്തെ ആൾക്കാരെ കൂടുതൽ കുറ്റപ്പെടുത്തട്ട, സത്യമാണ്. അവരുടെ വീട്ടിലത്തെ അവസ്ഥ വളരെ മോശം. എന്നിട്ട് അവരിങ്ങനെ പ്രതികരിച്ച് അവരുടെ വീട്ടിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമ്മുടെ ചെറിയ കാര്യങ്ങൾ കണ്ടിട്ട് തോട്ടിരുന്നു കൊടുത്തിട്ട് നടപ്പിന് മിണ്ടിയില്ല മനുഷ്യൻ. നമ്മള് അവരുടെ വീട്ടിലൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചിലത് സ്വഭാവമാണ് ചോദി. നമ്മുടെ അവരുടെ വീട് മറ്റവരുടെ വീട് ആ പുകയുണ്ടോ നോക്കുക. ഇവിടെ അവരുടെ വീട് കത്തി അപ്പുറത്തെ വീട്ടിൽ പുകച്ചില്ലെന്ന് പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആക്കാൻ. എന്നെ സംബന്ധിച്ച് ഞങ്ങൾ ഒരാളുടെ കാര്യം അന്വേഷിക്കാനും. ഇവര് പൊന്നൂന്റെ വീഡിയോയിൽ പൊന്നും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെ അറിയാവുന്ന ഏതോ ആള് അവരുടെ വീട്ടില് അവരുടെ സ്വന്തം മക്കള് ഒളിച്ചോടി പോവോ കാര്യങ്ങളോ ചെയ്തു. പക്ഷെ അത് നോക്കാതെ ഇവരെ പറ്റിയിട്ട് കുറ്റം പറയുന്നു എന്നുള്ള രീതിയിൽ ഇവരെ കുറ്റം പറഞ്ഞ ആളുടെ വീട്ടിലെ അവരുടെ മകളും ഒളിച്ചോടി പോയി എന്നുള്ള രീതിയിൽ അതായത് കുറ്റം പറയുന്ന സമയത്ത് അതായത് സ്വന്തം വീട്ടിലത്തെ കാര്യത്തിനേക്കാളും കൂടുതൽ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണ് എന്നുള്ളത് അത് സ്വാഭാവികമായി നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ചിലപ്പം എന്താ പറയുക അതിനേക്കാളും വലിയ പ്രശ്നമായിരിക്കും നടക്കുന്നുണ്ടാവുക. പക്ഷെ ഇവരുടെ പ്രശ്നം അതായത് ഇവരുടെ പ്രശ്നമാണ് വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവരിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും അതായത് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കലഹങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് അവരുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാക്കിയിട്ട് നടക്കും ചില ആൾക്കാർ. അതായത് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അത്രയും വലിയ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും തീർക്കാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് നോക്കാനോ അവർക്ക് നേരം ഉണ്ടായില്ല. കാരണം എന്താ അപ്പുറത്തെ വീട്ടിലെ പ്രശ്നമായിരിക്കും അവർക്ക് അതായിരിക്കും അവരുടെ മൈൻഡിൽ. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നങ്ങൾ അറിഞ്ഞ് നാട്ടിൽ മൊത്തം അവർ പാടി നടക്കും. പക്ഷെ സ്വന്തം വീട്ടിലെ പ്രശ്നം തീർക്കാനോ അത് നോക്കാനോ അതായത് അത് എത്രയാണെന്ന് ചിന്തിക്കാനോ അവർക്ക് സമയമില്ല. അപ്പൊ ഈ കല്യാണത്തിന്റെ തലേ ദിവസം കുഞ്ഞനിട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളോട് നോക്കാം. അതായത് ഇവര് കല്യാണം ക്ഷണിക്കാൻ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ
അതായത് അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന ശേഷം അച്ഛനെ കൂട്ടാൻ പോകുന്നതും അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും കൂടിയിട്ട് ഇവരുടെ കല്യാണം ക്ഷണിക്കാൻ പോകുന്നതൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ചെറിയൊരു പാട്ട് കൂടി നോക്കാം. അതെ, അതിന്റെ എക്സൈറ്റ്മെന്റ് ആണല്ലേ. ആദ്യത്തെ അച്ഛനെ എന്താണ്ടിട്ടില്ല, ഞാൻ അച്ഛനാദ്യമായിട്ടാണ്. അച്ഛനെടുത്ത ഡ്രസ്സ്, വെഡിങ് ഡ്രസ്സൊക്കെയാണ് നോക്കണതിരുന്നിട്ട്. ഹീറോ എവിടേക്ക് നടന്നു പോണ്? ഹീറോ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ ഡ്രസ്സ് ഇഷ്ടമായിട്ട് അച്ഛന്. പിന്നെ സാരി വാങ്ങിച്ചു കൊടുക്കണ്ട നമ്മുടെ അച്ഛനമ്മയും കല്യാണം ക്ഷണിക്കാൻ പോവാട്ടാ. അപ്പൊ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞ് എന്താ പോവാൻ ശേഷം ഒരുമിച്ച് അച്ഛൻ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് എടുത്തിട്ടില്ലല്ലേ. അച്ഛനും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ കൂട്ടാൻ പോണ സമയത്ത് തന്നെ പറയുന്നുണ്ട്, അതായത് ആദ്യമായിട്ടാണ് ഈ വീട്ടിലേക്ക്, അതായത് ഈ കല്യാണം കാര്യങ്ങളൊക്കെ ആദ്യം ഈ ഒളിച്ചോട്ടം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇവരുടെ ചെറിയ കല്യാണം നടക്കുന്ന സമയത്ത് അച്ഛൻ അങ്ങോട്ടായിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെയല്ല നാട്ടിലല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനും കാര്യങ്ങളൊക്കെ വന്നിട്ട് വലിയ രീതിയിൽ നടത്താനാണ് ഇവർ ഇരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷെ ഇപ്പുറത്ത് നോക്കുന്ന സമയത്ത് ഇവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുണ്ട്. അപ്പൊ ഇന്നലെ പൊന്നൂന്റെ ഒരു വീഡിയോ ഒന്നായിരുന്നു. പൊന്നൂന്റെ വീഡിയോയിൽ പൊന്നും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പൊന്നൂന്റെ വീഡിയോയിലേക്ക് പോവാം. ഒരു കൺമണിയോ ഒരു പെണ്ണോ ആണോ എനിക്കറിയാം, എന്തായാലും നമ്മൾ നെഗറ്റീവാണ്. അവൾ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. അതിൽ വേണ്ടാത്ത 2 ആൾക്കാരെ പേര് എടുത്തിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ കമന്റിലൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തത്. അതിൽ അവൾ മെൻഷൻ ചെയ്തൊരു കേസ് ഞാൻ റൂം എടുത്തു, ഓക്കെ. ബാക്കിയുള്ളവരുടെ കേസ് അത് എനിക്ക് എടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ വീഡിയോയിൽ കണ്ടില്ല അവരെന്താ ചെയ്തത്. എനിക്ക് അതുകൊണ്ട് തന്നെ ആ കമന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നീ തെറ്റിയതുകൊണ്ടല്ലേ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെറ്റിയതുണ്ടെന്ന് എനിക്കറിയാലോ. നമുക്ക് എല്ലാവരും ബോധിപ്പിക്കാൻ നടക്കില്ല ലൈഫില്. നമുക്ക് നമ്മളെ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. ഞാൻ തെറ്റിയതല്ലാന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്റെ കൂടെ നിൽക്കണമൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ എന്ത് തെറ്റിയാനാ? പിന്നെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് സ്വത്തിന് വേണ്ടിയിട്ടാണ് അതാന്നൊക്കെ ക്വസ്റ്റ്യൻസിലുണ്ടല്ലേ. അത് അപ്പൊ പറയാം. എന്തായാലും ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ആളാണ്. എനിക്കൊരു അപ്പൊ ഇവര് Q&A ചെയ്തായിരുന്നു. അതിനകത്ത് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ വേണ്ടാത്ത കുറച്ച് ആൾക്കാരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ കുഞ്ഞന്റെയും അവരുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ, അതായത് ഈ ഇവരുടെ താഴെ പോയിട്ട് കമന്റ് ബോക്സിൽ പോയിട്ട് ഇവരെ കുത്തിത്തിരിപ്പാക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അപ്പൊ അതിൽ കുറച്ച് ആൾക്കാരുടെ കമന്റിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ ഡിലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതൊന്നല്ല സത്യം പറഞ്ഞു. ഇതൊക്കെ വലിയ ഭൂകമ്പം ഉണ്ടായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ഈ വലിയ ഇടിമിന്നലും മഴയും കൊണ്ടിട്ട് ചാറൽ മഴ പെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന പരിപാടി ഞങ്ങൾ ഉള്ള ആരും ഓപ്പൺ ആയിട്ടാണ് അത് ആയ സ്പീഡിൽ തന്നെ ഞങ്ങൾ പോകുള്ളൂ. പേടിച്ചിരിക്കാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. മറ്റുള്ളവർ പറയും പേടിച്ച് ഒളിച്ചു ഓടിയാണ് മടിയാ, ഒരു തേങ്ങയില്ല കേട്ടോ. അങ്ങനത്തെ കേസില്ല. നമുക്ക് അങ്ങനത്തെ ഒന്നും ഓപ്പൺ ആയിട്ട് പറയാനുള്ള നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണ്ടായിരുന്നു. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല. ശരിക്കും കമന്റ് ചെയ്യുന്നവർക്ക് ഇരുന്ന് ചിന്തിച്ചറിയാം. ഇതിൽ എനിക്ക് ഒരു തെറ്റും ചെയ്തിട്ട് ഒരു ഉപകാരം അതാണ്. എനിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് ഒരു ഉപകാരത്തെ എനിക്ക് എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അസൂയ എന്താവശ്യം ഞാൻ ചോദിക്കണേ, എന്ത് കാര്യത്തിനാണ് എനിക്ക് പലരോട് അസൂയ തോന്നേണ്ടത്? എന്റെ ചോദ്യം അത്രയേ ഉള്ളൂ. എന്ത് കാര്യത്തിനാണ്? വലിയ വീട് കണ്ടിട്ടാണ്, അല്ലെ എഡ്യൂക്കേഷൻ കണ്ടിട്ടാണോ, സൗന്ദര്യം കണ്ടിട്ടാണോ? എടോ പലർക്കും പല രീതിയിലാവും അല്ലേ. ഇപ്പൊ പൃഥ്വിരാജ് കോടികളുടെ സിനിമ ഇറക്കുന്നുണ്ട്. എനിക്ക് അയച്ചിട്ട് പൃഥ്വിരാജിന് ഇഷ്ടമല്ലാതെയാവോ? ഞാൻ പറഞ്ഞു കാണാതിരിക്കട്ടെ. ഇവിടെ ലൈഫിൽ പലരും പല രീതിയിലാണ്. അത് എനിക്ക് ഓക്കെയാണ്. ഞാൻ അങ്ങനത്തെ വിശ്വസിക്കുന്ന അത് എന്താ പറയാ, മറ്റുള്ളവർ അതാണ്. അതിൽ എനിക്ക് അസൂയപ്പെടേണ്ട ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കൺഗ്രാറ്റ്സ് പറയേണ്ടത് കൺഗ്രാറ്റ്സ് പറയും, സോറി പറയേണ്ടത് സോറി പറയും, ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടേണ്ട അയ്യോ ഞാൻ അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. അല്ലാതെ അസൂയ എന്ത് ഈ ചോദിക്കുന്നവർക്ക് കേൾക്കുന്നവർക്ക് പൊട്ടന്മാരാണോ അറിയാത്തോണ്ട് ചോദിക്കണേ. നമ്മളെ ലൈഫ് ഭയങ്കര പരാജയമായിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരാ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ടൈമത്തെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളിപ്പോ സ്വർഗത്തിലാണ്. ഞാൻ എപ്പോഴും പറയുന്നു, ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ 1 മാസം കാലഘട്ടം ഞങ്ങൾ പിന്നോട്ട് ആലോചിക്കുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര സ്വർഗത്തിലാണ്. ഞാൻ വന്ന വഴി മറക്കുന്നവരല്ല ഞങ്ങൾ രണ്ടാളും. ഇന്നും ഒരു ദിവസം പോലെ പണ്ടത്തെ ആലോചിക്കാത്തവരല്ല ഞങ്ങൾ ഇന്നും. അവരവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അവരുടെ കമന്റ് ബോക്സിൽ വന്ന കുറെ കമന്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് അസൂയാണ് അവരോട്, അതുകൊണ്ടാണ് അതായത് അവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയത്, അങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോഴും അവർക്കെതിരെ കമന്റും കാര്യങ്ങളും ഒക്കെ Q&A ചോദിക്കുന്ന സമയത്തും പോയിട്ട് അവിടെ ചോദിക്കുന്നു. അപ്പൊ അതിനുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പൊ അവരും ഇതുപോലെ ഒളിച്ചുകൂടും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ആ സമയത്ത് ഒരേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ. അപ്പം
അത് കഴിഞ്ഞ് ഇവർ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തന്നെയാണ് ഇപ്പം നിൽക്കുന്നതും. അവർക്ക് ഒരു ഇവർ ഉള്ളതാണ് അവർക്കൊരു എന്താ പറയുക ഒരു ആശ്വാസം എന്ന് പറയുന്നത് തന്നെ. അപ്പൊ കുഞ്ഞൻ പോയ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴും കുഞ്ഞൻ പോയ ശേഷം കല്യാണം കാര്യങ്ങളൊക്കെ വന്ന സമയത്തും അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരെ ക്രൂശിക്കുന്ന കുറെ ആൾക്കാരോടുള്ള ഇവരുടെ മറുപടിയാണ് ഇവർ പറയുന്നത്. പറയാൻ കഴിയാത്ത പേരുള്ളതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ആയിട്ട് വായിക്കുന്നത്. ഞാൻ പറയാമല്ലോ, എന്റെ സത്യാവസ്ഥ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന് കൂടുതൽ എനിക്ക് പറയാനില്ല. എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. പിന്നെ എനിക്ക് മറ്റാരും ബോധിപ്പിക്കില്ല. ഞാനൊരു ചേച്ചി ചെയ്യുന്നതെന്നല്ലേലും പിന്നെ ഞാൻ ഇപ്പോൾ ഫാമിലി ആയിട്ട് നല്ല കുഴപ്പമില്ല സ്നേഹത്തോടെ പോകുമ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം അവരോട് പറഞ്ഞില്ലെങ്കിൽ നാളെ അച്ഛനും ചോദിക്കില്ല, നീ ഞങ്ങളെ സ്നേഹിക്കണേലും ഞങ്ങളോട് മിണ്ടുന്നില്ല എന്താ അർത്ഥമല്ലേന്ന് ചോദിക്കില്ലെന്ന് ഇവനോട് ചോദിച്ചു. ശരിയാണ്, നമ്മൾ സ്നേഹത്തോടെ നിൽക്കുന്നവരോട് നമ്മൾ ഒരു കാര്യം മറിച്ചെങ്കിൽ ശരിയല്ല, അവരെ ബാധിക്കുന്ന കേസ് മറിച്ചെങ്കിൽ ശരിയല്ല. അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടില് സുനാമി വരാൻ പോകുന്ന അല്ല മുല്ലപ്പെരിയാർ പൊട്ടാന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ മെയിനായുള്ള ഈ മുല്ലപ്പെരിയാറിന്റെ ഡാമിന്റെ മുകളിൽ നമുക്ക് മനസ്സിലായി ഇത് പൊട്ടുന്നുള്ളത്. ആളെന്താ ചെയ്യാം? വേണ്ട അതോറിറ്റീനെ അറിയിച്ചിട്ട് മാറ്റാനുള്ള കാര്യങ്ങളും എങ്ങനെ സേഫ് ആക്കണം എന്നല്ലേ നോക്കുള്ളൂ അല്ലേ? അല്ലാതെ ഇത് പൊട്ടിയിട്ട് ഇനി ബാക്കിയൊക്കെ ആവാന്നാണോ ചിന്തിക്കുക? ഞങ്ങളും അറിഞ്ഞപ്പോ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയേണ്ട ആൾക്കാരോട് അറിയിച്ചു, അത്രമാത്രം ഞങ്ങൾ ചെയ്തുള്ളൂ. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു ചോദ്യം വരില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞില്ല എന്നുള്ളത്. അത്രേ ഉള്ളൂ. അത് നമ്മള് നല്ല രീതിക്ക് എടുക്കാം, നെഗറ്റീവ് എടുക്കണം, നെഗറ്റീവ് എടുക്കാം, രണ്ട് രീതിക്കും ഇത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ചിന്തിച്ചത് നല്ല രീതിക്കാണ്. ആ ടോപ്പിക്ക് നമ്മൾ വിട്ടതല്ലേ, എന്നോട് പറഞ്ഞിട്ട് കാര്യം ചോദിച്ചാൽ മറുപടി കൊടുത്തു. നാളെ എനിക്ക് സ്ഥലം വരെ പോകാണ്ടിരിക്കാം. അതോ ആദ്യം ഞാൻ ഇന്ന് നാളെ രാവിലെ പോകാണ്ട് എനിക്ക് പോകണം. അപ്പോൾ ഇതിൽ ഞാൻ ചിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഷെബിൻ്റെ ഇതിൽ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനൊരു ഉദാഹരണങ്ങളുണ്ട് ഷെബിന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കേട്ടിട്ട് പൊന്ന് തന്നെ ചിരിക്കാനുണ്ട്. അപ്പോൾ അത് കേട്ട് ആർക്കായാലും ചിരി വന്നു പോകും. എല്ലാത്തിനും ഓരോരോ ഉദാഹരണങ്ങളാണ് ആൾ പറയുന്നത്. പക്ഷേ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ് കേട്ടോ. ഉദാഹരണങ്ങൾ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. നമ്മൾ എന്താ പറയുക തമാശയിലൂടെ കാര്യം പറയുവാണ് ആൾ ചെയ്യുന്നത്. അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അതുപോലെ ഇവർ ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇവർ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നെഗറ്റീവ്സും കാര്യങ്ങളും വന്ന സമയത്ത് ഇങ്ങനൊരു ചാറ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അത് ഒരു ചേച്ചി എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത് ഷെബിനാണെങ്കിലും പോലിൻ്റെ അടുത്ത് ചോദിച്ചു, അതായത് നിനക്കൊരു ഉത്തരവാദിത്തമില്ല, അല്ലെങ്കിൽ നാളെ അച്ഛനമ്മ വന്നിട്ട് നിന്നോട് ചോദിക്കില്ലേ എന്തുകൊണ്ട് നീ അത് അന്ന് അറിഞ്ഞിട്ട് നീ ഇത് എന്തുകൊണ്ട് പറഞ്ഞില്ല. അത് സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ എനിക്ക് തെറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു കല്യാണാലോചന കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർ അതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു ന്യൂസ് കാണുന്ന സമയത്ത് ഓഫ് കോഴ്സ് അത് അച്ഛനമ്മേനെയും അറിയിക്കുക എന്നുള്ളത് അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ക്രൂശിക്കാനുള്ള കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങളാണ് അമ്മയ്ക്കും അച്ഛനും സ്നേഹിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇവരെ അല്ല ഒരു മിനിറ്റ് ആ ചോദ്യത്തിന് മുന്നേ ഞാൻ പറഞ്ഞത് ഇവരെ സ്നേഹിക്കണേ പലരും പറയുന്നുണ്ട് ഇവർക്ക് കിട്ടാനാണ്, സ്വത്ത് കിട്ടാനാണ്, മറ്റേത് കിട്ടാനാണ്, മറ്റേ പരിപാടിക്ക് വേണ്ടി വെച്ചാൽ സ്വർണ്ണം കിട്ടാനാണ്, അത് കിട്ടാനാണ്, ഇത് കിട്ടാൻ. ഞാൻ ഒരു കാര്യം നമ്മൾ ഇപ്പോഴും അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ കാര്യം വന്നിട്ടുള്ളൂ. ആ ഒരു നിലപാട് ഞങ്ങൾ എന്നും ഉറച്ചിരിക്കുന്ന ആൾക്കാർ തന്നെ വേണ്ട. കാരണം എന്തുണ്ടെങ്കിലും പിള്ളേർ കല്യാണം ഇപ്പൊ നിങ്ങൾ ഞാൻ കല്യാണം മുടക്കാൻ ശ്രമിച്ചു. ഞാൻ എന്തിനാ പറഞ്ഞത്? എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടായിട്ടാ എനിക്കൊന്നും വീഡിയോയിൽ പറഞ്ഞോണ്ട് എനിക്കറിയില്ല. ഈ വ്യക്തിയുടെ കല്യാണം ആകുമ്പോൾ എനിക്ക് ഗോൾഡ് മേടിച്ചു തരാന്നായിരുന്നു അമ്മ പറഞ്ഞത്. അന്നേ ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ അറിയാം, എനിക്കൊന്നും വേണ്ട എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു എന്റെ കല്യാണത്തിന് എനിക്കൊന്നും മേടിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഈ വ്യക്തിയുടെ കല്യാണം ആകുമ്പോൾ നിനക്ക് കൂടി ഗോൾഡ് എടുത്തു തരാം എന്നുള്ളത്. അന്നും ഞാൻ വേണ്ടാതിന് പറഞ്ഞു, ഇന്നും ഞാൻ വേണ്ടാതിന് പറഞ്ഞു. ഈ ഒരു കാര്യത്തിൽ പൊന്നു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത് കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഇതിൽ അസൂയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാർക്കുള്ളൊരു മറുപടി എന്നോണാണ് അവരിതിൽ പറയുന്നത്. അതായത് ഇവർക്ക് അസൂയപ്പെടേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവർ കല്യാണം കാര്യങ്ങളൊക്കെ ഒളിച്ചോടി പോയ ആ സമയത്താണെങ്കിലും ഇവർ അന്ന് മുതൽ ഇന്ന് വരെ ഇവർ അധ്വാനിച്ചിട്ട് ഇവരുടെ സ്വന്തം കാര്യം നോക്കുവാണ്. അല്ലാതെ അവരുടെ അടുത്ത് നിന്നാണെങ്കിലും ഇപ്പൊ സ്ഥലം വാങ്ങിയ കേസിലാണെങ്കിലും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഇവര് പൈസ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത്. അതായത് നമ്മൾ പറയുന്നത് പോലെ മറ്റേ വിൽപ്പത്രമൊക്കെ തയ്യാറാക്കി അങ്ങനെ കൊടുക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. ഇവര് പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് സ്ഥലവും കാര്യങ്ങളൊക്കെ വാങ്ങുക, അതുപോലെ തന്നെയാണ് വാങ്ങിയിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആ ഒരു കേസ് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് ഇവര് എന്താ പറയാ അവരെ ബുദ്ധിമുട്ടിക്കാതെ ഇവരുടെ കാര്യം നോക്കി ഇവര് പോകുന്നു. അതായത് അവരുടെ അടുത്ത് അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അവർ പോകുന്നു. അതുപോലെ തന്നെ ഇവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇവര് പോകുന്നു. അവരുടെ അടുത്ത് പൈസയും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അവര് പറയുന്നത്. അവരെ കൈവിടരുത്, ഒരിക്കലും. കാരണം അവരുടെ ഈ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുമല്ലോ. നമുക്കതിന് കൈവിടേണ്ട ആവശ്യം വരുന്നില്ല. എന്തിനാ നമുക്ക് കൈവിടേണ്ടത്? നമ്മളൊരാളും
ഇതുവരെ ഞങ്ങൾ ഒരാളും കൈവിട്ടിട്ടില്ല. ഞങ്ങൾക്കറിയാം അവരെങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പറയുന്നവരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്കറിയാലോ ഇത് എങ്ങനെയൊക്കെ നടത്തണം, എന്തൊക്കെ നടത്തണം എന്നുള്ള. നാളത്തെ ഒരു ദിവസം അയച്ചാൽ രണ്ടാമത് എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും. അപ്പൊ വീട്ടിലിരിക്കുന്ന ഇരിപ്പ് കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് വിഷമം. ചിരിച്ചുകൊണ്ട് എന്താ പറയാ വിഷമിക്കും. 100 വട്ടം നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അല്ലേ, എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അല്ലേ, എന്നിട്ട് 100 വട്ടം പറയാം. ആ നാളത്തെ ഒരു ദിവസം അത് ശരി നാളെ ആണ്ടായിരുന്നില്ല, പക്ഷെ ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് അതെന്തായാലും അതിന് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതില്ല. കാരണം എനിക്ക് വേണ്ടി നഷ്ടപ്പെടും. ഇത് ഇന്നിപ്പോ എനിക്ക് നോക്കുമ്പോൾ എന്റെ ഫാമിലിയുടെ കൂടെ ഉണ്ട്, ഞാൻ സ്നേഹിച്ച ആളുടെ കൂടെ ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ ഒരു ദിവസത്തെ വിഷമം കണ്ടില്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോകും. അല്ല ഇപ്പൊ ഈ വ്യക്തിയുടെ കേസിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അത് കാരണമാണ് അവർക്ക് ഇത്ര വിഷമം വരാൻ കാരണം അതാണ്. കാരണം എല്ലാം ചെയ്തും അതിന്റെ ഇത്. അപ്പൊ നാളെ പക്ഷെ അവര് ഒരു ഭാഗത്ത് മൂല്യം അല്ലെങ്കിൽ ഒരു കേസ് ചിന്തിച്ചിട്ടുണ്ടാവും. കുറച്ച് പ്രശ്നം ഉണ്ടായപ്പോ ഈ കേസ് മൂല്യം ഒരു മൈൻഡിലെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ വ്യക്തിരസിൽ ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവര് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കേസ് ഉണ്ടായപ്പോ എന്റേതായ ഒരു വിഷമം. ഇപ്പൊ ഈ ദിവസങ്ങളിൽ ഇപ്പൊ 2 ദിവസം മുന്നെയാണ് നമ്മൾ ഈ ഡേറ്റ് അറിഞ്ഞത്. അപ്പൊ അതിന്റെ വിഷമം നമ്മൾ എപ്പോഴും പറയാ സാ എന്താ പരിപാടി ഡ്രസ് എടുത്ത് കഴിഞ്ഞാ ഇങ്ങനെ ഇത് എപ്പോഴും കല്ലേക്കും ഇട്ട് കുറച്ചേരം അമ്മേനെ മൂകിട്ടിരിക്കും. ഇപ്പൊ എന്താ ചെറിയ എന്താ മിണ്ടാത്ത ചമ്മിക്കാൻ വേണ്ടിയതായ വിഷമങ്ങളുണ്ട്. എന്തായാലും ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അച്ഛനും അമ്മയും ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ വിഷമങ്ങൾ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്. അതായത് ഇവർ ഇപ്പോഴും അവർ ഓക്കെ അല്ല. ഈ കല്യാണം കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്ന് കല്യാണം കാര്യങ്ങൾ നടന്നു. അപ്പം ഇന്നലെ ഇട്ടൊരു വീഡിയോ ആണ് ഈ സംഭവം. അപ്പം അതിലവർ പറയണമെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് അതായത് അവർ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ ഇവർ വീഡിയോ ഇടുന്ന സമയത്ത് ഇവരതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇത് കാണുന്ന സമയത്ത് ഇവർക്ക് അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പം എന്താ പറയാ ഇവർ അത്രയും ആഗ്രഹിച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആദ്യത്തെ പൊന്നുണ്ടത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവരൊരിക്കലും ഇത് അറേഞ്ച് മാരേജ് എന്നുള്ള രീതിയിൽ പോയതുകൊണ്ട് തന്നെ എൻഗേജ്മെന്റും കഴിഞ്ഞതാണ് നല്ല രീതിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊരിക്കലും ചിന്തിക്കാത്ത രീതിയിലേക്ക് പെട്ടെന്ന് ഈ നന്ദനയുടെ വിവാഹം എന്നുള്ള രീതിയിലേക്ക് പോയി. അപ്പം അത് തന്നെ അവർക്ക് വലിയ ഷോക്കായി. അത് കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും അവരുടെ മുന്നിൽ അവരില്ലാതെ കല്യാണവും കാര്യങ്ങളൊക്കെ നടത്താന്ന് പറയുന്നത് അതിനേക്കാളും വലിയൊരു ഷോക്ക് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ പൊന്നും പുണ്യാളത്തി ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒന്നും ഞാൻ എന്റെ വീട്ടില് അന്ന് എന്റെ അച്ഛനും എനിക്ക് ഇത്രയും വിഷമം വരാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫാമിലിയായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ്. പണ്ടൊട്ടേ ഞാൻ ഫാമിലിയായിട്ട് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലുള്ള ഒരാളാണ്. ഇപ്പം പണ്ടും അങ്ങനെയായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ എനിക്കൊരു ഇഷ്ടം എനിക്കൊരിക്കലും കൈവിടാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ രണ്ടിന്റെ ഇടയിൽ പെട്ടു. എനിക്ക് ഫാമിലി വേണം, അതിന്റെ ഇടയിൽ ഇവന്റെ കേസ് സംബന്ധിച്ചേനെ അതിന്റെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരിക്കലും ഞങ്ങൾ ഒന്നിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കളിച്ചു. എന്റെ അച്ഛനും ഇവനെ വെറുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കളിച്ചു. അപ്പൊ ആ വെറുപ്പിന്റെ ഇടയില് അച്ഛനും നമുക്ക് ഇവനെ സ്വീകരിക്കാൻ പറ്റില്ല. നടനെ എനിക്ക് എന്റെ സിറ്റുവേഷനിൽ ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് ചെയ്യേണ്ടി വന്നു. ഞാൻ ഒളിച്ചോടി കൊണ്ട് വന്നു. അത്രയും നാൾ അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മോള് പോയൊരു ആ വിഷമത്തിലാണ് അയാൾ പറഞ്ഞത്. അവരെ അതിനെ ശേഷം ഒരു പിണക്കം പറ്റിയപ്പോ അവരെന്റെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ. അമ്മയ്ക്ക് അച്ഛനും പണ്ടൊട്ടേ ഇവന് ഇഷ്ടമുള്ള ആ വീഡിയോയിലാണ് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് മുന്നേ ഇവൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ടൈം തൊട്ടേ അമ്മയ്ക്ക് അച്ഛന് ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു ഇവൻ. അതിന്റെ ഇടയിൽ ഇവന്റെ വൈരാഗ്യം വരുത്തിയതാക്കാൻ നിങ്ങൾ ഓരോരുത്തരെ ഇവന്റെ ഒരു നോട്ടത്തിന് ഇവന്റെ ഒരു ചിരിക്കടക്കം ഡബിൾ മീനിങ് ഉണ്ടാക്കി കൊടുത്തു. നമ്മളെ മനസ്സിൽ ഇത് ദൃശ്യം സിനിമയിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. ആ സത്യ ഒരാഴ്ചനെ അടിച്ചേൽപ്പിച്ചതാണ്. അത് കുറച്ച് റിയാലിറ്റി മനസ്സിലാക്കി അതൊക്കെ അത്രേ ഉള്ളൂ. ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ശരിയുള്ളതുകൊണ്ടാ അത്ര ചിന്തിച്ചാൽ മതി. ഇപ്പൊ വലിയ പുണ്യാളത്തി ആയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാണ്ടേ അവളതെല്ലാം ചെയ്യിക്കുന്നത്. പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ടാണ് ഷെബിനെയും അതുപോലെ തന്നെ ഷെബിനുമായിട്ടുള്ള കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് എതിരെ ഒരുപാട് പേര് കളിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കുഞ്ഞിന്റെ കേസിലാണെങ്കിലും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് പലതും പറയും. അത് കേട്ടിട്ട് അവരുടെ കൂടെ തുള്ളാൻ നിൽക്കരുത് എന്നുള്ള രീതിയിൽ ഇവർ ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ സെയിം കാര്യമാണ് ഇവർ പറയുന്നത്. അപ്പം എന്തായാലും അച്ഛന്റെയും ഈ അമ്മയുടെയും കൂടെ നിൽക്കുന്നത് ഇപ്പം ഈ പൊന്നുമാണ്. അപ്പൊ പൊന്നും എന്തായാലും അവരുടെ സങ്കടവും കാര്യങ്ങളൊക്കെ ഇപ്പൊ പൊന്നുമെങ്കിലും കൂടെയുള്ളത് അവർക്കൊരു ആശ്വാസമാണ്. സത്യം പറഞ്ഞു പൊന്നും കൂടെ ഇല്ലായിരുന്നെങ്കിൽ അവർ നല്ലോണം തളർന്നു പോയേനെ. അപ്പൊ ഇവര് കുറച്ച് ആശ്വസിപ്പിക്കാനുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അവര് കുറച്ച് ഇതിൽ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും കുഞ്ഞിന്റെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇവര് നാളെ ഒരുമിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പം ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഇവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഒരുമിച്ച് ഇവർക്ക് ഇനി കൂടാനോ കാര്യങ്ങളോ പറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും അവർ വലിയ രീതിയിൽ അത് നടത്തി കഴിഞ്ഞു. ഇന്ന് കല്യാണം കഴിഞ്ഞു. അപ്പം
അപ്പോൾ ആ രീതിയിലുള്ള സങ്കടവും കാര്യങ്ങളൊക്കെ എന്തായാലും ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ഇളയ 2 മക്കളുണ്ടല്ലോ ഇനി അവരെ നോക്കിയിട്ട് അവരെ നോക്കേണ്ടത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അത് അവരുടെ വിഷമമാണ്. അവരുടെ ഭാഗത്തുനിന്നും ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അവർക്ക് സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പോട്ടെ. നാളെ അവർ ഒരുമിക്കുകയാണെങ്കിൽ ഒരുമിക്കട്ടെ, നല്ല രീതിയിൽ പോട്ടെ നമുക്ക് വിചാരിക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക.